നമസ്കാരം. അതിവേഗ വാർത്തകൾ ആരംഭിക്കുന്നു. ആശാവർക്കർമാരുടെ സമരം സഭയിൽ ഉന്നയിക്കാൻ പ്രതിപക്ഷം. സമരം 23-ാം ദിവസത്തിലെത്തുമ്പോൾ ആശമാർക്ക് പിന്തുണയുമായി കൂടുതൽ പേർ സമരവേദിയിലേക്ക്. കോഴിക്കോട് താമരശ്ശേരിയിൽ 10ാം ക്ലാസ് വിദ്യാർത്ഥി ഷഹബാസിനെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ അന്വേഷണം മുതിർന്നവരിലേക്കും പ്രധാന പ്രതിയുടെ പിതാവും കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നതടക്കം പരിശോധിക്കും. ചരിത്രം കുറിച്ച് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം. രാജ്യത്തെ തെക്കുകിഴക്കൻ തുറമുഖങ്ങളിൽ ചരക്കു നീക്കത്തിൽ ഫെബ്രുവരി മാസത്തിൽ ഒന്നാമതെത്തി വിഴിഞ്ഞം തുറമുഖം. ചെന്നൈ തുറമുഖത്തെ പിന്തള്ളിയാണ് വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഈ നേട്ടം. കാനഡയിൽ നിന്നും മെക്സിക്കോയിൽ നിന്നും US-ലേക്ക് ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങൾക്ക് 25% ഇറക്കുമതി തീരുവ ഏർപ്പെടുത്തിയ തീരുമാനത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. തീരുമാനം ഇന്നു മുതൽ പ്രാബല്യത്തിൽ വരും. ഇനി ഇളവുകൾ നൽകാനില്ലെന്നും ഇന്നു മുതൽ തീരുവ നടപ്പാക്കുമെന്നും ട്രംപ് വൈറ്റ് ഹൌസിൽ പ്രഖ്യാപിച്ചു. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആരോഗ്യസ്ഥിതി ഗുരുതരമായി തുടരുന്നു. 2 തവണ ശ്വാസതടസ്സം നേരിട്ടതിനെ തുടർന്ന് അദ്ദേഹത്തിന് കൃത്രിമ ശ്വാസം നൽകുകയാണെന്ന് വത്തിക്കാൻ അറിയിച്ചു. കടുത്ത അണുബാധയും കഫക്കെട്ടുമാണ് അദ്ദേഹത്തിന്റെ സ്ഥിതി വഷളാക്കിയത്. 17 ദിവസമായി റോമിലെ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ് മാർപ്പാപ്പ. ഡൊണാൾഡ് ട്രംപ് സെലൻസ്കി തർക്കത്തിന് പിന്നാലെ യുക്രൈനുള്ള സൈനിക സഹായം മരവിപ്പിച്ച് അമേരിക്ക. ഇനിയൊരു ഉത്തരവുണ്ടാകും വരെ സാമ്പത്തിക ആയുധ സഹായങ്ങൾ നൽകില്ലെന്നും പ്രശ്നപരിഹാരത്തിന് യുക്രൈൻ തയ്യാറായാൽ മാത്രമേ സഹായിക്കൂവെന്നും ട്രംപ്. രഞ്ജി ട്രോഫി റണ്ണേഴ്സപ്പായി തിരിച്ചെത്തിയ ടീമിന് വൻ സ്വീകരണം നൽകി കേരളം. താരങ്ങൾ തിരിച്ചെത്തിയത് പ്രത്യേക വിമാനത്തിൽ. ഇന്ന് വൈകിട്ട് കേരള ടീമിന് സംസ്ഥാന സർക്കാരിന്റെ അനുമോദനമുണ്ടാകും. മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസ പദ്ധതി മാർച്ച് 31-നകം പൂർത്തിയാക്കുക എന്നത് അസാധ്യമാണെന്ന് ഹൈക്കോടതി. സമയപരിധിയിൽ ഇളവ് നൽകുന്നതിൽ കേന്ദ്രം മറുപടി നൽകണം. മാർച്ച് 17-നകം വിഷയത്തിൽ വ്യക്തത വരുത്തണമെന്നും കേന്ദ്രത്തിന് കോടതിയുടെ നിർദ്ദേശം. ഗുജറാത്തിലെ ഗിർ വന്യജീവി സങ്കേതത്തിൽ സഫാരിക്കിടെ പകർത്തിയ ചിത്രങ്ങൾ എക്സ് അക്കൗണ്ടിലൂടെ പങ്കുവച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ലോക വന്യജീവി ദിനമായ ഇന്നലെ ഗിർ വന്യജീവി സങ്കേതത്തിൽ പ്രധാനമന്ത്രി ജീപ്പ് യാത്ര നടത്തിയിരുന്നു. സഫാരിക്കെത്തിയപ്പോൾ ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് നടത്തിയ പ്രവർത്തനങ്ങൾ ഓർമ്മയിലെത്തിയെന്ന അടിക്കുറിപ്പോടെയാണ് പ്രധാനമന്ത്രി ചിത്രങ്ങൾ പങ്കുവച്ചത്. ഉത്തരാഖണ്ഡ് ഭാഷാ സംസ്ഥാൻ സംഘടിപ്പിച്ച ഉത്തരാഖണ്ഡ് സാഹിത്യ ഗൗരവ് സമ്മാൻ 2024 പങ്കെടുത്ത് ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി. പരിപാടിയിൽ ധാമി വിവിധ സാഹിത്യകാരന്മാരെയും ഭാഷാ പണ്ഡിതരെയും ആദരിച്ചു. ഉത്തരാഖണ്ഡ് സാഹിത്യ ഗൗരവ് സമ്മാൻ ചടങ്ങ് സാഹിത്യ പാരമ്പര്യത്തെയും സാഹിത്യകാരന്മാരോടുള്ള ആദരത്തെയും പ്രതീകപ്പെടുത്തുന്നുവെന്ന് മുഖ്യമന്ത്രി ധാമി പറഞ്ഞു. രാജ്യത്ത് ആദ്യമായി നടത്തിയ നദീ ഡോൾഫിനുകളെ കുറിച്ചുള്ള സർവേയിൽ ഇന്ത്യയിൽ 6327 നദീ ഡോൾഫിനുകളുള്ളതായി റിപ്പോർട്ട്. 8 സംസ്ഥാനങ്ങളിലെ 28 നദികളിൽ നിന്നായാണ് ഡോൾഫിനുകളെ കണ്ടെത്തിയത്. എണ്ണത്തിൽ ഒന്നാമത് ഉത്തർപ്രദേശും 2ാമത് ബീഹാറും 3ാമത് പശ്ചിമ ബംഗാളുമാണ്. യൂട്യൂബർ രൺവീർ അല്ലാബാഡിയയ്ക്ക് പോഡ്കാസ്റ്റുകളും ഷോകളും സോഷ്യൽ മീഡിയയിൽ ഉപാധികളോടെ അപ്ലോഡ് ചെയ്യാൻ അനുമതി നൽകി സുപ്രീം കോടതി. സമയ് റേഡിയോയുടെ യൂട്യൂബ് ഷോയിൽ അല്ലാബാദിയ നടത്തിയ മോശം പരാമർശങ്ങളെ തുടർന്നുണ്ടായ തർക്കത്തെ തുടർന്ന് പോഡ്കാസ്റ്റ് സംപ്രേഷണം ചെയ്യുന്നതിൽ നിന്ന് കോടതി രൺവീറിനെ വിലക്കിയിരുന്നു. ഡിജിറ്റൽ ഉള്ളടക്കത്തിലെ മാർഗരേഖയിൽ കേന്ദ്ര സർക്കാരിന് സുപ്രീം കോടതിയുടെ നിർദ്ദേശം. ധാർമ്മികതയും ആവിഷ്കാര സ്വാതന്ത്ര്യവും സന്തുലിതമാകണമെന്ന് കോടതി നിർദ്ദേശിച്ചു. മാർഗരേഖ തയ്യാറാക്കുമ്പോൾ ഇക്കാര്യത്തിൽ ശ്രദ്ധ വയ്ക്കണമെന്നും കോടതി ആവശ്യപ്പെട്ടു. ടോക്ക് ഷോയിൽ മോശം പരാമർശം നടത്തിയ രൺവീർ അല്ലാബാദിയയുടെ പരിപാടി വിലക്കിയതിനെതിരായ ഹർജിയാണ് കോടതി പരിഗണിച്ചത്. എറണാകുളം കോതമംഗലത്ത് ആനയെ കണ്ട് ഭയന്നോടിയ വയോധികൻ കുഴങ്ങി വീണ് മരിച്ചു. കോട്ടപ്പടി കൂവക്കണ്ടം സ്വദേശി കുഞ്ഞപ്പനാണ് മരിച്ചത്. വീടിന് സമീപത്തെത്തിയ ആനയെ ഓടിക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് സംഭവം. ആന തിരിഞ്ഞപ്പോൾ ഭയന്ന് വീട്ടിലേക്ക് ഓടിക്കയറാൻ ശ്രമിക്കുന്നതിനിടെ കുഴഞ്ഞു വീഴുകയായിരുന്നു.
മതിയായ രേഖകളില്ലാതെ കേരള തീരത്ത് മത്സ്യബന്ധനം നടത്തിയ തമിഴ്നാട് സ്വദേശിയുടെ ട്രോളർ ബോട്ട് പിടിച്ചെടുത്തു. തമിഴ്നാട് സ്വദേശിയായ ബേബി ജോണിന്റെ ബോട്ടാണ് പിടികൂടിയത്. മറൈൻ ആംബുലൻസിൽ നടത്തിയ പട്രോളിംഗിൽ വിഴിഞ്ഞത്ത് നിന്നും 4 കിലോമീറ്റർ ഉള്ളിൽ വെച്ചാണ് ബോട്ട് പിടികൂടിയത്. കോഴിക്കോട് താമരശ്ശേരിയിൽ സഹോദരൻ അനുജനെ വെട്ടിപ്പരിക്കേൽപ്പിച്ചു. അഭിനന്ദൻ എന്നയാൾക്കാണ് വെട്ടേറ്റത്. ലഹരിക്കടിമയായ ചേട്ടൻ അർജുനാണ് വെട്ടിപ്പരിക്കേൽപ്പിച്ചത്. തിരുവനന്തപുരം വർക്കലയിൽ ബൈക്കുകൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ ഒരു മരണം. ചെറുകുന്നം സ്വദേശി മുഹമ്മദ് റാസിയാണ് മരിച്ചത്. എതിർദിശയിൽ നിന്നും വന്ന 2 ബൈക്കുകൾ തമ്മിൽ കൂട്ടിയിടിക്കുകയായിരുന്നു. അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ബാക്കി 3 പേർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ദേശീയപാത 66 6 വീതിയിൽ പൂർത്തിയാകുമ്പോൾ കൊച്ചിയിൽ 4 വരി മാത്രം. അരൂരിലെ 6 വരിപ്പാതയിൽ നിന്ന് പാലത്തിലേക്ക് ഇറക്കുന്ന വാഹനങ്ങൾ ഇടപ്പള്ളി വരെ 4 വരിപ്പാതയിലൂടെയാകും സഞ്ചരിക്കുക. ഇടപ്പള്ളി അരൂർ ദേശീയപാതയിൽ മേൽപ്പാലം നിർമ്മിക്കാൻ ആലോചന ഉണ്ടായിരുന്നെങ്കിലും മറ്റ് നടപടികളുണ്ടായിട്ടില്ല. തേങ്ങയുടെയും കൊപ്രയുടെയും വെളിച്ചെണ്ണയുടെയും വില കുതിക്കുന്നു. തേങ്ങയുടെയും കൊപ്രയുടെയും വില വർദ്ധിച്ചതാണ് വെളിച്ചെണ്ണ വില വർദ്ധിക്കാൻ കാരണം. തേങ്ങ കിലോ 75 രൂപയും ആട്ടിയ വെളിച്ചെണ്ണ കിലോ 300 രൂപയുമാണ് വില. കൊപ്രയ്ക്കാകട്ടെ കിലോയ്ക്ക് 160 രൂപയാണ്. വയനാട് ചെതലയം ചേനാട് ഗവൺമെന്റ് ഹൈസ്കൂൾ മൈതാനത്തുള്ള കൂറ്റൻ ജലസംഭരണി അപകട ഭീഷണിയിൽ. ജലസംഭരണിയുടെ കോൺക്രീറ്റ് പാളികൾ അടർന്നു വീഴുന്നത് ഇവിടെ കളിക്കാനെത്തുന്ന കുട്ടികൾക്കും നാട്ടുകാർക്കും വലിയ ഭീഷണിയാണ് ഉയർത്തുന്നത്. സംഭരണി പൊളിച്ചു മാറ്റണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. തിരുവനന്തപുരം ജില്ലയിൽ ലഹരിക്കെതിരെ പോലീസ് നടത്തിയ വ്യാപക പരിശോധനയിൽ യുവാവ് പിടിയിൽ. പേരുമാതുറ സ്വദേശി അസറുദ്ദീനാണ് പിടിയിലായത്. റൂറൽ നാർക്കോട്ടിക് സെൽ ഡിവൈഎസ്പി പ്രദീപ് കുമാർ, വർക്കല ഡിവൈഎസ്പി ഗോപകുമാർ എന്നിവരുടെ നേതൃത്വത്തിലാണ് പരിശോധന. എറണാകുളം പെരുമ്പാവൂരിൽ കഞ്ചാവും ഹെറോയിനുമായി 2 പശ്ചിമ ബംഗാൾ സ്വദേശികളെ പോലീസ് അറസ്റ്റ് ചെയ്തു. മനീറുൽ ഷെയ്ഖ്, കിഷാൻ സാർക്കി എന്നിവരെയാണ് പെരുമ്പാവൂർ എഎസ്പിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘം പിടികൂടിയത്. പെരുമ്പാവൂർ ബംഗാൾ കോളനിയിൽ കച്ചവടം നടത്തിവരികയായിരുന്നു ഇവർ. എറണാകുളം കളമശ്ശേരി രാജഗിരി കോളേജ് ഓഫ് സോഷ്യൽ സയൻസ് ലഹരി വിരുദ്ധ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. വർദ്ധിച്ചുവരുന്ന ലഹരി വ്യാപനത്തിനെതിരെയാണ് ക്യാമ്പയിൻ സംഘടിപ്പിച്ചത്. 13 ലിറ്ററിലധികം ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യവുമായി യുവാവ് അറസ്റ്റിൽ. അടിമാലി നാർക്കോട്ടിക് എൻഫോഴ്സ്മെന്റ് സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. വെളത്തുവൽ സ്വദേശി റെജിമോനാണ് പിടിയിലായത്. മദ്യം കടത്താൻ ഉപയോഗിച്ച ഓട്ടോറിക്ഷയും നാർക്കോട്ടിക് എൻഫോഴ്സ്മെന്റ് സംഘം പിടിച്ചെടുത്തു. തൃശൂർ ഒല്ലൂരിൽ 4 ലക്ഷം രൂപ വില മതിക്കുന്ന നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടി. കാഞ്ഞൂർ സ്വദേശി ശ്രീനിവാസൻ, ഷാജൻ, അസറുദ്ദീൻ, റിയാസ് എന്നിവരാണ് പിടിയിലായത്. തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ ആർ ഇളങ്കോയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതികളെ പിടികൂടിയത്. തിരുവനന്തപുരം പാറശാലയിൽ കാറിൽ നിന്ന് 176 കിലോ കഞ്ചാവ് പിടിച്ചെടുത്തു. ആന്ധ്രയിൽ നിന്ന് തമിഴ്നാട് വഴി കേരളത്തിലേക്ക് കഞ്ചാവ് എത്തിക്കുന്ന അന്തർ സംസ്ഥാന സംഘാംഗമാണ് പിടിയിലായത്. പൂവാർ സ്വദേശി ബ്രൂസ്ലിയാണ് പിടിയിലായത്. ആലപ്പുഴ തലവടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ലഹരി അക്രമവിരുദ്ധ ബോധവൽക്കരണ അസംബ്ലി സംഘടിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് വികസന സ്ഥിര സമിതി അധ്യക്ഷ ബിനു ഐസക് ഉദ്ഘാടനം ചെയ്തു. എറണാകുളം ആലുവ സെന്റ് സേവിയേഴ്സ് കോളേജിൽ ലഹരി വിമുക്ത ബോധവൽക്കരണ ക്യാമ്പ് സംഘടിപ്പിച്ചു. ബോധവൽക്കരണ ക്യാമ്പ് ആലുവ ഡിവൈഎസ്പി TR രാജേഷ് ഉദ്ഘാടനം ചെയ്തു. ക്യാമ്പസുകളെ ലഹരി വിമുക്തമാക്കാൻ പോലീസ് സ്റ്റേഷനിൽ ആലുവ സബ് ഡിവിഷനിലെ മുഴുവൻ ക്യാമ്പസുകളിലും ബോധവൽക്കരണ ക്യാമ്പ് സംഘടിപ്പിക്കും. ലഹരിമരുന്ന് വ്യാപനവും ഉപയോഗവും തടയാൻ കേരള പോലീസ് നടപ്പാക്കുന്ന ഓപ്പറേഷൻ ബി ഹണ്ട് വഴി വിവിധ തരത്തിലുള്ള നിരോധിത മയക്കുമരുന്നുകൾ കൈവശം വെച്ചതിന് 2762 കേസുകൾ രജിസ്റ്റർ ചെയ്തു. ഇതിൽ 2854 പേർ അറസ്റ്റിലായി.
തൃശൂർ വരന്തരപ്പള്ളിയിൽ അച്ഛനെയും മകനെയും കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ പ്രതികളെ റിമാൻഡ് ചെയ്തു. പാറക്കുളം സ്വദേശികളായ ശ്രീജിത്ത്, രാജേഷ് എന്നിവരെയാണ് റിമാൻഡ് ചെയ്തത്. മാർച്ച് 1-നാണ് ഇരുവരും കടമ്പോട് സ്വദേശി സേവ്യറിനെയും മകനെയും വീട്ടിൽ കയറി കൊലപ്പെടുത്താൻ ശ്രമിച്ചത്. തൃശൂർ കയ്പമംഗലത്ത് യുവാവിനെ ആക്രമിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ പ്രതിയെ റിമാൻഡ് ചെയ്തു. ചാമക്കാല സ്വദേശി ഷാബിത്തിനെയാണ് റിമാൻഡ് ചെയ്തത്. ഫെബ്രുവരി 13-ന് കണ്ണംപുള്ളിപ്പുറം സ്വദേശി സായൂജിനെയാണ് ആക്രമിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചത്. ആലപ്പുഴ മാന്നാറിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച യുവാവ് അറസ്റ്റിൽ. തിരുവല്ല സ്വദേശി അഭിനവിനെയാണ് മാന്നാർ പോലീസ് അറസ്റ്റ് ചെയ്തത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. കൊല്ലം വേരൂരിൽ ഐലറ ക്ഷേത്രത്തിന് സമീപം തോട്ടിൽ വയോധികനെ മരിച്ച നിലയിൽ കണ്ടെത്തി. ഇരുളിക്കൽ സ്വദേശി ഭാനുവിനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സംഭവത്തിൽ പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. തൃശൂർ കയ്പമംഗലത്ത് യുവാവിനെ ആക്രമിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ പ്രതിയെ റിമാൻഡ് ചെയ്തു. ചാമക്കാല സ്വദേശി ഷാബിത്തിനെയാണ് റിമാൻഡ് ചെയ്തത്. ഫെബ്രുവരി 13-ന് കണ്ണംപള്ളിപ്പുറം സ്വദേശി സായോജനെയാണ് ആക്രമിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചത്. തൃശൂർ ചാലക്കുടിയിൽ ഭാര്യയെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ പ്രതി റിമാൻഡിൽ. പന്തല്ലൂർ സ്വദേശി സലീഷാണ് അറസ്റ്റിലായത്. മാർച്ച് 3-ന് സംശയം മൂലമുള്ള വിരോധത്താൽ ഭാര്യയെ കൊലപ്പെടുത്തുവാൻ ശ്രമിച്ചതാണ് കേസ്. ആലപ്പുഴ മാന്നാറിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച യുവാവ് അറസ്റ്റിൽ. തിരുവല്ല സ്വദേശി അഭിനവിനെയാണ് മാന്നാർ പോലീസ് അറസ്റ്റ് ചെയ്തത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. മലപ്പുറം കൊളത്തൂരിൽ ഇരുവൃക്കകളും തകരാറിലായ യുവാവിന്റെ വീട് പണി പൂർത്തീകരിച്ചു. ചെമ്പലശ്ശേരി സ്വദേശി നൌഫലിനാണ് ജനമൈത്രി പോലീസിന്റെ ആഭിമുഖ്യത്തിൽ വീട് നിർമ്മിച്ചു കൊടുത്തത്. വീടിന്റെ താക്കോൽ കൈമാറൽ കർമ്മം കൊളത്തൂർ എസ്.ഐ ശങ്കരനാരായണൻ നിർവഹിച്ചു. പാലക്കാട് തൃത്താലയിൽ ബാലസംഘം തൃത്താല ഏരിയ കമ്മിറ്റി എഴുത്തുകാരൻ എം ശിവശങ്കരൻ മാസ്റ്ററെ അനുസ്മരിച്ചു. അനുസ്മരണ യോഗം പ്രൊഫസർ പി ഗംഗാധരൻ ഉദ്ഘാടനം ചെയ്തു. ബാലസംഘം ജില്ലാ കമ്മിറ്റി അംഗം ഒ രാജൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. തൃശൂർ ഗുരുവായൂർ ദേവസ്വം പൂന്താന ദിനമാഘോഷവും ജ്ഞാനപ്പാന പുരസ്കാര വിതരണവും നടന്നു. സാഹിത്യ നിരൂപകൻ പ്രൊഫസർ കെ പി ശങ്കരന് മുൻ വിദ്യാഭ്യാസ മന്ത്രി പ്രൊഫസർ സി രവീന്ദ്രനാഥ് പുരസ്കാരം സമ്മാനിച്ചു. ചടങ്ങിൽ ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി കെ വിജയൻ അധ്യക്ഷനായി. തൃശൂർ പുത്തൻപീടിക തോന്നിയകാവ് ഭഗവതി ക്ഷേത്രത്തിൽ അശ്വതി ഭരണി വേലകൾക്ക് സൗജന്യ സംഭാര വിതരണവുമായി 10+ കൂട്ടായ്മ. സൗജന്യ സംഭാരണ വിതരണോദ്ഘാടനം താന്യം പഞ്ചായത്ത് മെമ്പർ ആൻഡോ തൊറയൻ ആൽവിൻ എംപിക്ക് നിർവഹിച്ചു. ഭാരവാഹികളായ രാകേഷ് വി വി, ബിനോയ് തണ്ടാശ്ശേരി, അനീഷ് മേനോൻ എന്നിവർ നേതൃത്വം നൽകി. കൊല്ലം ആശ്രമം മൈതാനിയിൽ വിപണനമേളയ്ക്ക് തുടക്കമായി. കൊല്ലം ജില്ല രൂപീകൃതമായതിന്റെ 75-ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പ് സംഘടിപ്പിക്കുന്ന മേള മാർച്ച് 10-ന് അവസാനിക്കും. വിപണനമേള ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാൽ നിർവഹിച്ചു. മലപ്പുറം എടപ്പാളിൽ ജൽജീവൻ പൈപ്പുകൾ സ്ഥാപിക്കാൻ റോഡുകൾ കുത്തിപ്പൊളിച്ചിട്ട അവസ്ഥയിൽ. വാഹനങ്ങൾ കടന്നുപോകുമ്പോൾ പൊടിശല്യവും പുറമെ ഇളകിക്കിടക്കുന്ന കല്ലുകൾ തെറിച്ച് വ്യാപാര സ്ഥാപനങ്ങളിലെ ഗ്ലാസുകളിൽ തട്ടുന്ന അവസ്ഥയുമാണ്. അടിയന്തരമായി പ്രശ്നത്തിന് പരിഹാരം കണ്ടില്ലെങ്കിൽ പ്രതിഷേധവുമായി രംഗത്തിറങ്ങുമെന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി. തൃശൂർ ചേർപ്പയിൽ തകരാറുള്ള പഴയ കോപ്പിയർ മെഷീൻ നൽകിയെന്നാരോപിച്ച് ഫയൽ ചെയ്ത ഹർജിയിൽ പരാതിക്കാരിക്ക് അനുകൂല വിധി. ചേർപ്പ് സ്വദേശി സുനിത ശ്യാമളൻ ഫയൽ ചെയ്ത ഹർജിയിലാണ് കോപ്പിയർ സർവീസ് പോയിന്റ് ഉടമയ്ക്കെതിരെ വിധി വന്നത്. വാങ്ങിയ 6 മാസം കഴിഞ്ഞതോടെ കോപ്പികൾ തെളിയാതെയും കോപ്പിയിൽ വരകൾ രൂപപ്പെട്ടും വരികയായിരുന്നു. തൃശൂർ വടക്കാഞ്ചേരി തെക്കുംകര പഞ്ചായത്തിൽ ഇലക്ട്രോണിക് വേസ്റ്റ് കളക്ഷൻ ആരംഭിച്ചു. തെക്കുംകര പഞ്ചായത്ത് പ്രസിഡന്റ് ടി വി സുനിൽകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. നിശ്ചിത തുക നൽകിക്കൊണ്ടാണ് ഇ വേസ്റ്റ് കളക്ഷൻ നടത്തുന്നത്. സംസ്ഥാനത്ത് ഇ വേസ്റ്റ് കളക്ഷൻ അനുമതി ലഭിച്ച 3 പഞ്ചായത്തുകളിൽ ഒന്നാണ് തെക്കുംകര.
തൃശൂർ പുത്തൻപീടിക തണ്ടാശ്ശേരി ഭഗവതി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനാഘോഷവും കളമെഴുത്തുപാട്ടും മാർച്ച് 5-ന് ആരംഭിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ആഘോഷം മാർച്ച് 7 വരെ ആയിരിക്കും ഉണ്ടാവുക. തൃശൂർ പുത്തൻപീടിക തോന്നിയകാവ് ഭഗവതി ക്ഷേത്രത്തിൽ അശ്വതി വേലാഘോഷത്തിന്റെ ഭാഗമായി പകൽപൂരം എഴുന്നള്ളിപ്പ് നടന്നു. ക്ഷേത്ര സമിതി സെക്രട്ടറി KV ഭാസ്കരൻ, വൈസ് പ്രസിഡന്റ് MS ഭരതൻ, ജോയിന്റ് സെക്രട്ടറി KG സുരേഷ് എന്നിവർ നേതൃത്വം നൽകി. തൃശൂർ വടക്കാഞ്ചേരി RT ഓഫീസിന് മുന്നിൽ ഓട്ടോറിക്ഷ തൊഴിലാളികൾ പ്രതിഷേധ ധർണ നടത്തി. സംസ്ഥാന ഗതാഗത കമ്മീഷണർ പുറത്തിറക്കിയ അശാസ്ത്രീയമായ ഫെയർ മീറ്റർ ഉത്തരവ് റദ്ദു ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടാണ് പ്രതിഷേധം. ധർണ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ബിജു ഇസ്മായിൽ ഉദ്ഘാടനം ചെയ്തു. ആലപ്പുഴ ചെങ്ങന്നൂരിൽ മലങ്കര ഓർത്തഡോക്സ് സഭ ഭദ്രാസന കൺവെൻഷൻ നാളെ തുടങ്ങും. മഥേൽ അരമന അങ്കണത്തിലെ മാർ പീലക്സിനോസ് നഗറിലാണ് കൺവെൻഷൻ നടക്കുക. യോഗം തുമ്പമൺ ഭദ്രാസന മെത്രോപൊലീത്ത ഡോക്ടർ എബ്രഹാം മാർ സെറാഫിം ഉദ്ഘാടനം ചെയ്യും. ആലപ്പുഴ വിളയനാട് ICDS ഓഫീസിന്റെ പരിധിയിൽ വരുന്ന പഞ്ചായത്തുകളിലെ 21 അംഗനവാടികളിലേക്ക് ഫർണിച്ചർ വിതരണം ചെയ്യുന്നതിന് ടെൻഡർ ക്ഷണിച്ചു. മാർച്ച് 7-ന് ഉച്ചയ്ക്ക് 2:30 വരെയാണ് ടെൻഡർ സ്വീകരിക്കുന്ന അവസാന തീയതി. കീം 2025 പ്രവേശനത്തിനുള്ള അപേക്ഷ മാർച്ച് 10 വരെ സമർപ്പിക്കാം. 10ാം ക്ലാസ് സർട്ടിഫിക്കറ്റ്, ഫോട്ടോ, ഒപ്പ്, ജനനത്തീയതി തെളിയിക്കുന്നതിനുള്ള സർട്ടിഫിക്കറ്റ് എന്നിവ മാർച്ച് 10-നകം അപ്ലോഡ് ചെയ്യണം. മറ്റ് സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്യാൻ 15-ാം തീയതി വരെ അവസരമുണ്ട്. കേന്ദ്ര യുവജനകാര്യ കായിക മന്ത്രാലയം സംഘടിപ്പിക്കുന്ന വികസിത് ഭാരത് യൂത്ത് പാർലമെന്റ് മത്സരങ്ങളുടെ രജിസ്ട്രേഷൻ ആരംഭിച്ചു. യുവാക്കളുടെ അഭിപ്രായങ്ങൾ കേൾക്കാനും ചർച്ച ചെയ്യാനുമുള്ള ഈ വേദി നൽകുന്ന പരിപാടിയിൽ 2025 ഫെബ്രുവരി 24-ന് 18-നും 25-നും ഇടയിൽ പ്രായമുള്ള യുവക്കൾക്ക് പങ്കെടുക്കാം. ആലപ്പുഴ ചേർത്തല താലൂക്ക് ലൈബ്രറി കൗൺസിലിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന താലൂക്ക് സെമിനാർ മാർച്ച് 9-ന് താലൂക്ക് NSS യൂണിയൻ ഹാളിൽ നടക്കും. കൃഷിവകുപ്പ് മന്ത്രി P. പ്രസാദ് ഉദ്ഘാടനം ചെയ്യും. മതേതരത്വം എന്ന വിഷയത്തെ ആസ്പദമാക്കി നടക്കുന്ന സെമിനാറിൽ വിദ്വാൻ K. രാമകൃഷ്ണൻ അധ്യക്ഷനാകും. ആലപ്പുഴ ഭരണിക്കാവ് പഞ്ചായത്തിൽ സംസ്ഥാന ആരോഗ്യ വകുപ്പ് നടപ്പാക്കുന്ന ആരോഗ്യം ആനന്ദം അകറ്റാം അർബുദം ക്യാൻസർ പ്രതിരോധ ജനകീയ ക്യാമ്പയിനിന്റെ ഭാഗമായി ക്യാൻസർ നിർണയ ക്യാമ്പും ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു. താമരക്കുളം കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ സംഘടിപ്പിച്ച ക്യാമ്പ് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് G. പുരുഷോത്തമൻ ഉദ്ഘാടനം ചെയ്തു. ജീവിതശൈലി രോഗനിർണയ പരിശോധനയും ക്യാമ്പയിനിന്റെ ഭാഗമായി നടത്തി. ആലപ്പുഴ എംപ്ലോയബിലിറ്റി സെന്റർ മുഖേന സ്വകാര്യ സ്ഥാപനത്തിലേക്ക് നിയമനം നടത്തുന്നതിനുള്ള അഭിമുഖം മാർച്ച് 5-ന് രാവിലെ 9:30-ന് എംപ്ലോയബിലിറ്റി സെന്ററിൽ നടക്കും. എറണാകുളം ജില്ലയിലെ പ്രമുഖ സ്വകാര്യ സ്ഥാപനത്തിലെ 80-ലധികം അപ്രന്റീസ് ട്രെയിനി ഒഴിവുകളിലേക്കാണ് നിയമനം. സംസ്ഥാന പട്ടികജാതി പട്ടികഗോത്രവർഗ കമ്മീഷൻ പരാതികൾ തീർപ്പ് കൽപ്പിക്കുന്നതിനായി ജില്ലയിൽ പരാതി പരിഹാര അദാലത്ത് നടത്തുന്നു. മാർച്ച് 13-14 തീയതികളിൽ രാവിലെ 10:30 മുതൽ വൈകിട്ട് 5 വരെ എറണാകുളം ഗവൺമെന്റ് ഗസ്റ്റ് ഹൗസിലാണ് അദാലത്ത്. അസാപ് കേരളയിൽ കമ്മ്യൂണിക്കേഷൻ സ്പെഷ്യലിസ്റ്റ് തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. കമ്മ്യൂണിക്കേഷൻ, മാസ് കമ്മ്യൂണിക്കേഷൻ, ജേർണലിസം, പബ്ലിക് റിലേഷൻസ് എന്നിവയിലോ മറ്റനുബന്ധ വിഷയങ്ങളിലെ ബിരുദാനന്തര ബിരുദമുള്ളവർക്ക് അപേക്ഷിക്കാം. മാർച്ച് 9-ന് വൈകിട്ട് 5-ന് മുൻപ് ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കണം. കോട്ടയം ജില്ലയിലെ വിവിധ നാഷണൽ ആയുഷ് മിഷൻ സ്ഥാപനങ്ങളിലേക്ക് മൾട്ടിപർപ്പസ് വർക്കർ ഒഴിവുകളിലേക്ക് യോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചു. മാർച്ച് 10 വൈകിട്ട് 5 മണി വരെ അപേക്ഷകൾ സ്വീകരിക്കും. തൃശൂർ ജില്ലയിലെ സർക്കാർ സ്ഥാപനത്തിൽ സൈക്യാട്രിക് സോഷ്യൽ വർക്കർ തസ്തികയിലേക്ക് താൽക്കാലിക നിയമനം നടത്തുന്നു. മെഡിക്കൽ സൈക്യാട്രിയിൽ MPhil ബിരുദമുള്ള 18-നും 41-നും ഇടയിൽ പ്രായമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാം. ബന്ധപ്പെട്ട സർട്ടിഫിക്കറ്റുകളുമായി മാർച്ച് 6-ന് മുൻപായി പ്രൊഫഷണൽ ആൻഡ് എക്സിക്യൂട്ടീവ് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ നേരിട്ട് ഹാജരാകണം.
വനിതാ ശിശു വികസന വകുപ്പിന് കീഴിൽ ഇടുക്കി ജില്ലയിലെ അംഗനവാടി ഹെൽപ്പർമാർക്കുള്ള പരിശീലന പരിപാടിയിലേക്ക് ഭക്ഷണം എത്തിച്ചു നൽകുന്നതിന് ടെൻഡർ ക്ഷണിച്ചു. താൽപ്പര്യമുള്ള വ്യക്തികൾ അല്ലെങ്കിൽ സ്ഥാപനങ്ങൾ മുദ്രവെച്ച കവറിൽ ടെൻഡർ നൽകണം. പരിശീലന ദിവസങ്ങളിൽ പ്രോഗ്രാം ഓഫീസർ പറയുന്ന പരിശീലന കേന്ദ്രത്തിൽ ഭക്ഷണം എത്തിച്ചു നൽകണം. അപേക്ഷകൾ മാർച്ച് 10 വൈകിട്ട് 3 മണി വരെ സ്വീകരിക്കും. റാസൽ ഖൈമയിലേക്ക് കേരളത്തിൽ നിന്ന് നേരിട്ടുള്ള സർവീസുകൾ പ്രഖ്യാപിച്ച ഇൻഡിഗോ എയർലൈൻസ്. മാർച്ച് 15 മുതലാണ് കൊച്ചിയിൽ നിന്ന് റാസൽ ഖൈമയിലേക്ക് നേരിട്ടുള്ള സർവീസുകൾ തുടങ്ങുക. പുതിയ സർവീസുകൾ കൂടിയാകുമ്പോൾ കേരളത്തിൽ നിന്ന് UAE-യിലേക്ക് ഇൻഡിഗോയുടെ നേരിട്ടുള്ള സർവീസുകളുടെ എണ്ണം ആഴ്ചയിൽ 49 ആകും. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ദേശീയപാത 66 6 വരി വീതിയിൽ പൂർത്തിയാകുമ്പോൾ കൊച്ചിയിൽ 4 വരി മാത്രം. അരൂരിലെ 6 വരി പാതയിൽ നിന്ന് പാലത്തിലേക്ക് ഇറങ്ങുന്ന വാഹനങ്ങൾ ഇടപ്പള്ളി വരെ 4 വരി പാതയിലൂടെയാവും സഞ്ചരിക്കുക. ഇടപ്പള്ളി അരൂർ ദേശീയപാതയിൽ മേൽപ്പാലം നിർമ്മിക്കാൻ ആലോചനയുണ്ടായിരുന്നെങ്കിലും മറ്റ് നടപടികൾ ഇതുവരെ ഉണ്ടായിട്ടില്ല. തേങ്ങയുടെയും കൊപ്രയുടെയും വെളിച്ചെണ്ണയുടെയും വില കുതിക്കുന്നു. തേങ്ങയുടെയും കൊപ്രയുടെയും വില വർദ്ധിച്ചതാണ് വെളിച്ചെണ്ണയുടെയും വില വർദ്ധിക്കാൻ കാരണം. തേങ്ങ കിലോയ്ക്ക് 75 രൂപയും ആട്ടിയ വെളിച്ചെണ്ണ കിലോയ്ക്ക് 300 രൂപയുമാണ് വില. അതേസമയം 1 കിലോ കൊപ്രയ്ക്ക് 160 രൂപയായി. നിർമ്മിത ബുദ്ധിയുടെ സഹായത്തോടെ കലാഭവൻ മണിയുടെ അനുസ്മരണ വീഡിയോ സൃഷ്ടിച്ച ചിത്രകലാകാരൻ ഡാവിഞ്ചി സുരേഷ് ചാലക്കുടിയിൽ സ്ഥാപിച്ച കലാഭവൻ മണിയുടെ പ്രതിമ പാട്ടുപാടുകയും പുറത്തേക്ക് നടന്നു വരുന്നതുമാണ് വീഡിയോ. മാർച്ച് 6 മണിയുടെ അനുസ്മരണ ചടങ്ങിനായി തയ്യാറാക്കിയതാണ് ഈ വീഡിയോ. കൊല്ലം CPIM സംസ്ഥാന സമ്മേളനത്തിന്റെ സിഗ്നേച്ചർ ഗാനവും ദൃശ്യവും പ്രകാശനം ചെയ്തു. കവിയും ഗാനരചയിതാവുമായ അൻവർ അലി രചിച്ച ഗാനത്തിന്റെ സംഗീതം ആലപിച്ചത് സംഗീത സംവിധായകൻ വിജി ബാലാണ്. സിനിമാ സംവിധായകൻ വിജു വർമ്മ ദൃശ്യാവിഷ്കാരം തീർത്തു. തൃശൂർ തെക്കുംകര പഞ്ചായത്തിൽ തെരുവുനായ പേവിഷബാധ നിർമ്മാർജ്ജന പദ്ധതി നടപ്പിലാക്കി. പഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സജീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. തൃശൂർ കൊടുങ്ങല്ലൂരിൽ തീരദേശത്തെ 1000 കുടുംബങ്ങൾക്ക് ഇഫ്താർ കിറ്റുകൾ ഒരുക്കി അഴീക്കോട് തിബിയാൻ പ്രൈമറി സ്കൂൾ. തിബിയാൻ ക്യാമ്പസിൽ ET ടൈസൺ മാസ്റ്റർ MLA വിതരണോദ്ഘാടനം നിർവഹിച്ചു.